ഇടയ്ക്കൊന്ന് ഇട്ട് കളയരുത്. അത് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയണത്, നിങ്ങളിപ്പോൾ ഞാൻ ജോജിയുടെ കഥ പറഞ്ഞില്ലേ, ജോജിയുടെ കുറേ സാക്ഷ്യങ്ങൾ, ഒറ്റ ശ്വാസത്തിൽ 4 നല്ല സാക്ഷ്യങ്ങളാണ് അത് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയം വെച്ചാൽ മറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾസെയിൽ ബിസിനസ്സാണ്, ഡിസ്ട്രിബ്യൂട്ടറുമാണ്. അപ്പോൾ അതിന് കോമ്പറ്റീഷൻ ഉണ്ടായി. എപ്പോഴും പുതിയ പുതിയ കമ്പനികളൊക്കെ വരുമല്ലോ രംഗത്ത്, അവർ നല്ല ശരിക്കും ഓഫർ കൊടുക്കും. അപ്പോൾ ആൾക്കാരുടെ രീതി എന്താണ്? ഓഫറിൻ്റെ പുറകെ പോകും അല്ലേ? എല്ലാവരും വേണ്ട അങ്ങനെ ഓഫറിൻ്റെ ഒഴുക്കിലല്ലേ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ നോക്കണം, എന്ത് ഓഫറുണ്ടെന്നാണ് നോക്കണത്. അപ്പോൾ ഓഫറിൻ്റെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഒരു കച്ചവടക്കാരന് ഒരിക്കലും ഒരു സാധനവും നമുക്ക് ലാഭം തന്നവൻ വിൽക്കുക അല്ല, പിന്നെ അവൻ ജീവിക്കണ്ടേ. അപ്പോൾ ഓഫറെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചവിട്ടിപ്പിടുത്തം കാണും, ഉറപ്പല്ലേ? ഞാനാണ് ഈ ഓഫറിൻ്റെ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ലേ. പരമാവധി സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നോക്കണം. കാര്യം വെച്ചാൽ നമ്മളുടെ അതായത് ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനിൽ കിട്ടുന്ന കാരണം ചുമ്മാ കുത്തിയാൽ മതിയില്ല. ചുമ്മാ കുത്തിയാൽ സാധനം വിട്ടു വരത്തില്ലേ. അപ്പോൾ പിള്ളേരുടെ കാശുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും. ചില അമ്മമാരൊക്കെ അതൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കും. നമുക്ക് കുഞ്ഞുങ്ങളുടെ കുറച്ച് സ്നേഹം തൽക്കാലത്തെ കുറച്ച് സ്നേഹം കുറയുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ നിയന്ത്രിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരും പാകത പഠിക്കും. അല്ലെങ്കിൽ കിട്ടുന്ന എല്ലാം മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇങ്ങനെ ഈ നമ്മുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാം ആസ്വദിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് എന്തെല്ലാം ആസ്വദിക്കാൻ പറ്റും അതെല്ലാം ആസ്വദിക്കണമെന്ന്. അതിങ്ങനെ എല്ലാം പശുക്കൾക്കും മൃഗങ്ങൾക്കും കിളികൾക്കും എല്ലാം ഉണ്ട്. മനുഷ്യൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതിനോട് നോ പറയാനുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാണ്. പറ്റാത്തതിനോട് പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്രി സാധനം തന്നെ മിക്കവാറും ഒരു ലോഡേ കയറ്റാനുണ്ടാവും. നമ്മുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു ലോഡൊക്കെ ഇതൊക്കെ എവിടെ കൊണ്ടേ കുഴിച്ചിടുവോ എന്ന് പറഞ്ഞ് തലയിലും കെട്ടി നിൽക്കണ കാണാം. എന്താ കാര്യം? ഓരോരോ ആക്രാന്തത്തിന് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ്. ആ കാശും പോയി, അത് കിടായും പോയി, ഇപ്പോൾ ആവശ്യമില്ല. ഇതെല്ലാം കൊണ്ട് എവിടെ വെക്കും? എല്ലാം പൊടിയും പിടിച്ച് നാശകോടാലിയായി കിടക്കുകയാണ്, വെറുതെ ജാർഗൺ വസ്തുക്കളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളെ ആദ്യമേ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെ ട്രെയിൻ ചെയ്ത് വരും, ഒരു പ്രശ്നമില്ല. അങ്ങനെ എത്രയോ മാതാപിതാക്കന്മാരുണ്ട്. കളിക്കോപ്പ് പോലും ഞാൻ ഈ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടത്, കളിക്കോപ്പൊന്നും അപ്പം മേടിച്ച് കൊടുക്കത്തില്ല. കാര്യം അപ്പം സൈക്കോളജിസ്റ്റാണ്. അപ്പൻ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അപ്പനെ അറിയാം. അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും ചെറുപ്പക്കാരാണ്, രണ്ടുപേരും ജോലിക്കാരാണ്. കുഞ്ഞുങ്ങൾക്ക് കുറേ വീടുകളിൽ തന്നെയുള്ള കടലാസ് പെട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർക്ക് സായിപ്പല്ലേ കളിക്കോപ്പ് കൊണ്ടുവന്നത് ഇവിടെ. സായിപ്പ് കളിക്കോപ്പ് എന്നിട്ട് അയാൾ എന്താ ചെയ്തിരിക്കുക, അവരെന്താ ചെയ്തിരിക്കണം? അവർക്ക് പിള്ളേരെ കൊണ്ടു നടക്കാനോ നമ്മളപ്പോൾ താലൂരിക്കാനോ വളർത്താനോ ഒന്നും താല്പര്യമില്ല. അവർക്ക് പട്ടിക്കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി സന്തോഷമായിട്ട് കുഞ്ഞുങ്ങളെ കൂടുതൽ കുഞ്ഞിനെ വളർത്തുവർ. അവിടെ നേച്ചർ അതാണ്, അവരുടെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അത് ഭയങ്കര ചരിത്രമാണ്. ഞാൻ കാനഡയിൽ ചെന്നപ്പോഴുണ്ട്, രാവിലെ പുറത്തിറങ്ങിയപ്പോഴുണ്ട്, എല്ലാ സായിപ്പിൻ്റെ കയ്യിലും ഓരോ പട്ടിയുണ്ട്, ഓരോ കൂടുമുണ്ട്, പ്ലാസ്റ്റിക് കൂട്. എന്തിനാണെന്ന് അറിയാമോ? പട്ടിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പട്ടി കാഷ്ടിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, കാഷ്ടം എങ്ങാനും താഴെ കിടന്നാൽ മുനിസിപ്പാലിറ്റി ടാക്സ് അടിക്കും. അത് കാരണം ആളുടെ പട്ടിയുടെ കാഷ്ടമാണ് താഴെ വഴിയെ പോണത്, അയാൾ തന്നെ അത് കോരിയെടുക്കണം. എന്നിട്ട് അവർ കൊണ്ടുവന്നൊരു ഡസ്റ്റ്ബിന്നിലിടും, ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് മുനിസിപ്പാലിറ്റി പട്ടിത്തിടം കൊണ്ടുപോകും. അത് അവരുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അത് പിള്ളേരൊക്കെ ഒഴിവാക്കിയിട്ട് പട്ടിക്കുഞ്ഞിനെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് പിള്ളേരെ മറ്റേ ട്രോളിയൊക്കെ എത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്കത് വലിയ അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ്. നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. അവിടെ കൾച്ചർ അതാണ്. നമ്മുടെ കൾച്ചർ അതല്ല. അവരെ പിള്ളേരെ തങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പിള്ളേർ അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പുറകെ നടക്കും. അവർ മരണം വരെ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പനെയും അമ്മനെയും ഉപേക്ഷിച്ചിട്ട് അവിടെ നടക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും അമ്മയും അപ്പനും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുകയും അപ്പൻ്റെ മുതുകത്ത് വന്ന് മക്കൾ കുത്തിമറിയുകയും എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയുകയും താഴെ ഇടുകയും നമ്മൾ എടുത്തു കൊടുക്കുകയും. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. പിള്ളേർക്ക് ആക്ടിവിറ്റി ഉണ്ടായാൽ മതിയൊന്നുമുണ്ട്. അപ്പോൾ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഭയങ്കര രസമാണ് അവിടെ വീഡിയോ. അത് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടു പോവുകയാണ് ചെയ്യണം. നമുക്ക് സമയമുള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക. ഇതിൽ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റികളുടെ കൂടെ നമ്മൾ ഒരാളായിട്ട് കാണണം. കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റിയുടെ കൊണ്ട് നമ്മുടെ അപ്പന്മാരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പന്മാരൊക്കെ ഓലപ്പമ്പരെ കൊണ്ടൊക്കെ കൂടെ പിള്ളേരുടെ കൂടെ നിൽക്കും, ഓടി അല്ലേ, വണ്ടി ഓടിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ ഓടിക്കണ കാണാം. അപ്പോൾ പിള്ളേരുടെ കൂടെ അങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയണത്. ഇപ്പോൾ സായിപ്പിൻ്റെ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ യന്ത്രവണ്ടിയും തോക്ക് കൊണ്ട് വെടിവെക്കുന്ന ആൾക്കാരെയൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ പിള്ളേർ നമ്മളെ മാറ്റിയിട്ട് നാട്ടുകാരെ വെടിവെച്ച് നടക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ രീതികൾ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഈ ജോർജിയുടെ വിഷയമാണ്. ജോർജിയുടെ വിഷയത്തിൽ ജോർജി
ഈ കട ഇങ്ങനെ വലിയ പ്രശ്നമായി തീർന്നു. കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥ വന്നു. ഓഫർ വന്നു ഒത്തിരി. അയാളുടെ തന്നെ അയാളുടെ കടയിലുള്ള വസ്തുക്കൾ അതിനേക്കാൾ പകുതി വിലക്ക് നാട്ടുകാർക്ക് കിട്ടുന്ന അവസ്ഥ വന്നപ്പോൾ കട പൂട്ടിപ്പോയി. ഓഫർ വന്നതുകൊണ്ടാണ്. ഇയാൾക്ക് അതുപോലെ ഓഫറൊന്നും കൊടുക്കാൻ പറ്റണില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നമാണ് ഉടമ്പടിയും ഓഫറും ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉടമ്പടിയുടെ ഒരു ജീവിതം, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഫീൽഡിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇതിനേക്കാളും മാരകമായ പ്രഹരങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്. കട പൂട്ടിപ്പോയി. പക്ഷെ കട പൂട്ടിയെങ്കിൽ ഇവർ ഒരു കട തുറന്നു വെച്ചിട്ടുണ്ടിരുന്നത്. ഏതാണ്? ദേവാലയം തുറന്നു വെച്ചുകൊണ്ടിരുന്നു. ഈ ഭാര്യയും ഭർത്താവിൻ്റെ ഉടമ്പടി ജീവിതം അവർക്ക് കൊടുത്തതിൻ്റെ മാർഗ്ഗം അതാ. അവർ പറയുന്നത് ഞങ്ങളുടെ കട പൂട്ടിപ്പോയി, പക്ഷേ കർത്താവിൻ്റെ ആലയം തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ മുടങ്ങാൻ പോകും. എപ്പോഴായാലും കർത്താവ് ഞങ്ങൾക്കൊരു വഴി. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ മെറിറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പലതുകൊണ്ടും നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് പോയാലും ശരി, ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് മെറിറ്റിലല്ല. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യണത് മെറിറ്റിലാണ്. ഇപ്പോൾ പഹല ആക്രമണമില്ലേ, ഇപ്പോൾ പ്രധാനമന്ത്രിയെ ചില അണ്ണന്മാർ ചില പട്ടാളക്കാർക്ക് കുറ്റപ്പെടുത്തുന്നത് എന്താ? വേറെ ഒരു പട്ടാളം തുടങ്ങിയത് കാരണം നമ്മുടെ മിലിറ്ററി ട്രെയിനിങ് ആ കാലാകാലങ്ങൾ വരുന്ന ചെറുപ്പക്കാരെ എടുത്തുകൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരെ വേറെ ഒരു അഗ്നിവീറെന്ന് പറഞ്ഞ് വേറെ 10 തുടങ്ങിയെന്നാണ് പറയണത്. മോഡി നല്ല ഉദ്ദേശത്തിൽ തന്നെ തുടങ്ങിയതാണത്. അതിൻ്റെ ഫലം ഇനി ഭരണകാലത്ത് നമുക്ക് അനുഭവിക്കുകയുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടായി. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്, നമ്മൾ ദുഃഖത്തിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എല്ലാവരും ആരാധനയോട് ചേർന്ന് പ്രത്യേക സംരക്ഷണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഉണ്ടാകുക ഈ ആരാധനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്നെ ജോജിയുടെ കടപ്പൂട്ടി അഭിമാനം നിന്ന് ഒരു ഭർത്താവ് കൊണ്ട് ഭാര്യ കൊണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പട്ടിണിയാകാൻ. പക്ഷേ ഈ 2 കക്ഷികളും ഉടമ്പടിയുടെ ഒരു ബലത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ പൂട്ടാത്തൊരു കടവുണ്ടല്ല. കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഇവർ നമ്മളെ കരുതുവാനും കാക്കുവാനും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എന്താണ്? എൻ്റെ കൃപ കൊണ്ടാണ് നിൻ്റെ അതിജീവനമെന്ന് ആണ് ഉടമ്പടി അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ വൈഫും ഹസ്ബൻഡും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഉടമ്പടി ജീവിതം മറന്നിട്ടില്ല. അവർക്ക് നല്ല ബോധമുണ്ട് അവർ ഉടമ്പടിയിലാണെന്ന്. അതുകൊണ്ട് ദിവസവും ജോജി പറയണേ, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമെങ്കിൽ ഇന്ന് പോണ പോലെ പോകത്തില്ലായിരുന്നു. ഉടമ്പടിക്ക് ശേഷം ഞാൻ ഡെയിലി പള്ളിയിൽ പോകും, വൈഫ് പോകും. ഒരു ദിവസം വൈഫും 2 കുഞ്ഞുങ്ങളുമാണ് പോകാനൊത്തത്. ആ പോണ വഴിക്ക് വന്നപ്പോൾ ഈ ഹൗസ് ഓണർ അല്ല വീട്ടിൻ്റെ വാടക ഞങ്ങൾക്ക് കട തന്ന ആളെ പിടിച്ചു നിർത്തി. വൈഫിനെ വഴി പിടിച്ചു നിർത്തി പറഞ്ഞ് നിങ്ങൾക്ക് കച്ചവടം വിൽക്കണമില്ല, ഞങ്ങൾക്ക് വേറെ കൊടുക്കാൻ പറ്റണമില്ല, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അവർക്ക് കുറേ നാൾ ഇവരോട് പറയുമായിരുന്നുണ്ടായിരുന്നു. ഇവർക്ക് ചെയ്യാൻ പറ്റണില്ല. ഇവർക്ക് അവസാനം ഇപ്പോൾ സീരിയസ് ആയി. ലേഡീസിനെ തന്നെ വഴി പിടിച്ച് നിർത്തുന്ന അവസ്ഥയായി. അത്രയും സീരിയസ് ആയി. അപ്പോൾ നിങ്ങളൊക്കെ ഉടമ്പടി എടുത്താണല്ല, പള്ളിയിൽ നിന്ന് വന്നാണല്ലോ, എന്നിട്ടും വഴി പിടിച്ച് നിർത്തിയാന്ന്. അതായത് ഉടമ്പടി കാലത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഓർക്കുക, നമുക്ക് സംഭവിക്കണം നന്മയ്ക്കായിരിക്കും അത് മാറ്റണത്. അതെപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ വൈഫ് പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ എന്തെങ്കിലും മറുപടി പറയാൻ പറഞ്ഞു. ഇവർ പിടിച്ചു നിർത്തിയില്ല, കടക്കാർ പിടിച്ചു നിർത്തിയില്ല, അതിൻ്റെ ഓണർമാർ പിടിച്ചു നിർത്തിയപ്പോഴേ തടഞ്ഞു നിർത്തിയപ്പോഴേ ഈ ജോജിയുടെ വൈഫ് മാതാവിനോട് പറഞ്ഞു, അമ്മേ എന്തെങ്കിലും. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ സഞ്ചാരി മാതാവല്ലേ, എവിടെയായാലും കൂടെ ഉണ്ടാവില്ല ആൾ. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത്. പക്ഷേ സഞ്ചാരി മാതാവാണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധം ജോജിക്കുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഇല്ല, അതാണ് പ്രശ്നം. സഞ്ചാരി മാതാവ് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. സഞ്ചാരി മാതാവ് എന്ന് പറയണത് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നൽകുന്ന ഓഫറാണ്. മനസ്സിലായില്ലേ? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ, അതാണ് ഓഫർ എന്ന് പറയണത്. പുറത്ത് നാട്ടുകാർ ഓഫർ എന്ന് പറയുന്നത് നമ്മളത് എന്താ പറയും? വാഗ്ദാനം എന്ന് പറയും. 2 ഒന്ന് തന്നെയാണ്. പുറത്ത് ആൾക്കാർ പറയണത്, കച്ചവടക്കാർ പറയണത് ഓഫർ എന്നാണ് പറയണത്. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് വരുന്ന പ്രയാസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി ദൈവം തന്ന ഇൻസെൻറ്റീവിന് ബൈബിൾ പറയുന്ന പേരെന്താണ്? പ്രാമിസ്. എന്താണ്? വാഗ്ദാനം. ഇപ്പോൾ ഒരു വാഗ്ദാനത്തിലൊരു സംഭവമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് അതങ്ങനെയാണ് സഞ്ചാരി മാതാവ് ഉണ്ടാകണത്. അമ്മയുടെ മധ്യസ്ഥയിലല്ല ഉടമ്പടി എടുത്തിരിക്കണത്. അതുകൊണ്ട് അമ്മ നിൻ്റെ സങ്കടങ്ങളുടെ കാലത്ത് ഏത് സമയത്ത് ആ പ്രശ്നങ്ങളുള്ള കാരണം അമ്മ നിൻ്റെ കൂടെ 24 hours ഉണ്ടാകും. അതാണ് ഈ മുല്ലപ്പൂ മണവും മഴവില്ലും പലതരത്തിലുള്ള ആൾക്കാർക്ക് പല അനുഭവങ്ങൾ വരണില്ലേ. അത് എന്തുമാത്രം അനുഭവങ്ങളാണ് വരുന്ന ആൾക്കാർക്ക്.
അതാണ് സഞ്ചാരി മതം. അപ്പോൾ ഇതിൻ്റെ ഈ ജോജി ഭയങ്കര ഇതിൻ്റെ ഒരാളാണ്. കാര്യം അമ്മ സഞ്ചാരി മാതാവാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അത് വൈഫിനും അറിയാം. അപ്പോൾ അമ്മ ഇവർ തടഞ്ഞു നിർത്തുമ്പോൾ പറയും, അമ്മേ ഇതിനൊരു മറുപടി ഇപ്പം പറയണം എന്ന് പറയും. കാര്യം ഞങ്ങൾക്ക് മനസ്സിൽ മറുപടി, അപ്പോൾ അവർ പൈസ തന്നിട്ട് പോയാൽ മതി എന്നാണ് പറയണത്. ഉടനെ അമ്മ അവൾക്കൊരു മറുപടി കൊടുക്കും, പറയാം, മനസ്സിൽ തോന്നിക്കും, പറയും. അവൾ നട്ടല്ലോട് പറയും, പിന്നെ ഞങ്ങളുടെ പകുതി നിങ്ങളുടെ കയ്യിലില്ലേ, അത് പകുതിയോളം വരും നിങ്ങൾക്ക് തരാനുള്ള വാടക ഇനത്തിൽ. പിന്നെ അത്രയും പകുതിയോളം ഞങ്ങളുടെ മെഷീനറീസ് അതിൻ്റെ അകത്തുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോ, നിങ്ങളുടെ വിലക്ക് നിങ്ങൾക്ക് എന്തുമാത്രം കാശ് തരാനുണ്ട് അത്രയും ഉപകരണങ്ങൾ ആ കടയുടെ അടുത്ത് കിടപ്പുണ്ട്, അത് എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയും. സോ ഓക്കെ, ക്ലിയർ. ആ ഒരു സ്പോട്ടിൽ അതായത് ഈശോ പറഞ്ഞിട്ടുള്ളതാണത്. എന്താണ്, നിങ്ങൾ ന്യായാധിപന്മാരുടെ തിരുസന്നിധി ചെല്ലുമ്പോൾ എന്ത് പറയണം? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 10:19. മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. കൈയെടുത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഉടമ്പടി ഒരു ബോധമാണ്. എന്താ ബോധം? നമ്മൾ എവിടെ ചെന്നാലും മുൻകൂട്ടി പറയേണ്ട കാര്യങ്ങളില്ല. ആ സമയത്ത് അറിവ് നൽകുന്ന സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ജോജിയുടെ വൈഫ് പറഞ്ഞത്, അമ്മ ഇവിടെ ഉണ്ടല്ലോ, ഈ പരിപാടിയിലാണെങ്കിൽ അമ്മ ഉണ്ടല്ലോ, ഇവരോട് സമാധാനം പറയാൻ പറയും. പെട്ടെന്നാണ് സമാധാനം പറയാം. ലൈറ്റ്നിങ് മിന്നൽ പോലെ സമാധാനം പറയും. അവരവിടെ വഴിക്ക് പോകും. അവിടെ വഴിക്ക് പോവുകയും ചെയ്യും. 3 ദിവസത്തിലുള്ള സാധനം റൈറ്റ് ഓഫ് ആകും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ ബലമുള്ളവരാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുതെന്ന് പറയണതും. ഉടമ്പടി ഒരു ടെക്നിക്കലായിട്ടുള്ള ആക്ടിവേഷൻ അല്ലാതെ, ഇപ്പോൾ മൊബൈൽ ആക്ടിവിറ്റി ചെയ്യത്തില്ലേ, ആ ബട്ടൺ കുത്തി ഈ ബട്ടൺ കുത്തി ഇങ്ങനെ കുത്തി സേവ് ചെയ്ത് സെൻഡ് ചെയ്ത് അങ്ങനെയുള്ള മെക്കാനിസം അല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയും ഒരു ബിഹേവിയറിസമാണ്. കവനൻ്റ് ഇസ് നോട്ട് എ മെക്കാനിസം ബട്ട് എ ബിഹേവിയറിസം. ബിഹേവിയറിസം ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, ഒരു ബിഹേവിയർ ലൈഫാണത്. ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടി, നമ്മുടെ പെരുമാറ്റം കണ്ടാൽ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതമെന്ന പെരുമാറ്റ രൂപങ്ങളിലേക്ക് ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയണതേ, ഇപ്പം കരുണ കാണിക്കാൻ കുറച്ച് സമയമെടുക്കുകയാണെങ്കിൽ അത് പ്രെയർ ടൈമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി 3 ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്തൊക്കെയാണ്? പ്രയർ, പ്രൊക്ലമേഷൻ ആൻഡ് പ്രാക്ടീസ്. എന്തൊക്കെയാണ് ഉടമ്പടിയിലെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ 3 എണ്ണമാണ്. എന്താണ്? പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഇതൊക്കെ ആദ്യകാല ക്ലാസ്സെങ്കിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയാറില്ല, ഇപ്പോൾ നിങ്ങളോട് പറയണേ. ഉടമ്പടിയിലൊരു സംഭവം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ അതിനകത്ത് ലിങ്ക് പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റമഴ പോലെ തന്നെയും പിന്നെയും പെയ്യുകയല്ല. അതിന് പ്രാർത്ഥന മനസ്സാണ്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർക്കുക, ചിന്തിക്കുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് നോക്കുക. അതിനെ അരമണിക്കൂർ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സബ്ജക്റ്റ് വായിക്കാനുള്ളതല്ല, 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വായിച്ചാൽ മതി. അത് ബൈബിൾ തന്നെ എടുത്ത് വായിക്കണമെന്നില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ വായിച്ചാൽ മതി. നമുക്കുള്ള സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്തിരിക്കുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു 90% പേരും എബോവ് ആവറേജ് എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ്. എബോവ് ആവറേജ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് വെടിക്കെട്ട് സാക്ഷ്യങ്ങളൊക്കെ അവർ പറയുന്നതിൻ്റെ കാര്യത. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അതിനെക്കുറിച്ച് തിട്ടമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാലം നമുക്ക് നൽകുന്ന എല്ലാ സാധ്യതകളും ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജോജിക്ക് ഇപ്പോൾ ജോലിയില്ലാതെ നടക്കില്ലേ? ഇപ്പോൾ ജോജിയുടെ ഒരു പ്രശ്നമുണ്ട്, ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ഈ കടയുടെ പ്രശ്നം മാത്രമല്ല, വേറൊരു പ്രശ്നമുണ്ട് പുള്ളിക്ക് പുറത്തൊന്നും ജോലി കിട്ടത്തില്ല. ഇതുപോലെ കടയെ കൃഷിയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒരു കമ്പനിക്കാരും ജോലി കൊടുക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ SLC ബുക്ക് കിട്ടിയപ്പോൾ മൊത്തം തെറ്റാണ് അഡ്രസ്സ്. ആ SLC ബുക്ക് വായിച്ചാൽ വീട്ടുപേര് തെറ്റാണ്, ഇനിഷ്യൽ തെറ്റാണ്, അയാളുടെ പേരും തെറ്റാണ്. ഇയാളെ ആ SLC കാലം തൊട്ട് ഈ മനുഷ്യൻ ഇയാളുടെ ജീവിതത്തിൽ വന്ന ശാപമായ പോലെ വന്ന സംഭവമാണ്. അത് കാരണം ഇത് തിരുത്താൻ വേണ്ടി RDO അതുപോലെ തന്നെ
തഹസിൽദാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, ഇങ്ങനെ ഗവൺമെൻറ് ഇതുപോലെയുള്ള തിരുത്തൽ സങ്കേതങ്ങളിലൊക്കെ പുള്ളിക്കാരൻ നടന്ന് ഒരു 2 കൊല്ലമൊക്കെ നടക്കും. അങ്ങനെ 20 വർഷം പല പല ഓഫീസിൽ കയറി ഇറങ്ങി ഇതിനു വേണ്ടി ഉണ്ടാകുന്ന അവർ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ഒരു പുല്ലും നടന്നിട്ടില്ല. ആകപ്പാടെ വല്ലാത്ത ജീവിതം. ഇനി പഠിത്തത്തിൻ്റെ പരിപാടി നിർത്തി. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയില്ല, പാസ്പോർട്ടിലൊക്കെ പേരൊക്കെ തരി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് റിജക്റ്റ് ചെയ്യും സംഭവം. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ നമ്മൾ തന്നെ നമ്മളെ ആരും അവിടെ എമിഗ്രേഷൻ വെച്ചിട്ടില്ല. കമ്പ്യൂട്ടറാണ് എമിഗ്രേറ്റ് ചെയ്യണത്. നമ്മൾ ഡേറ്റ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൃഷ്ണമണിയും കൈയും കാലും അഡ്രസ്സും എല്ലാം ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു വരകൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, റിജക്റ്റ് ചെയ്ത് കളയും. അത് കാരണം കൊന്തേഞ്ചേരിക്കൊണ്ടാണ്. അപ്പോൾ എന്നെ വിജയകുമാർ സാർ സഹായിച്ചത് അവിടെ ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കാരണം. നമ്മൾ ഒരു സ്പെല്ലിങ് ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റിജക്റ്റ് ചെയ്യും. അവിടെ ആളില്ല. അവിടെ മിഷനല്ലേ, മിഷന് കണ്ണും മുക്കുണ്ടാ പറഞ്ഞാൽ മനസ്സിലാവുക. എന്ത് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടാ. അതിൻ്റെ സീരിയസ് കാര്യമാണ്. ശ്രദ്ധിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പെട്ടെന്ന് ജോജിയുടെ കടയെല്ലാം പൂട്ടി വരുമാനമെല്ലാം നിലച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, എടാ ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് തിരുത്തി തന്നെ നേരെയാക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇവിടെ വന്നത്. മാതാവ് പലതരത്തിലുള്ള ആൾക്കാർ അറിയപ്പെടുന്നത്. അവൻ ജോജിയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞിരിക്കണം, ആലപ്പുഴ മാതാവുണ്ട്, ഇതൊക്കെ നേരെയാക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴാണ് കേൾക്കണത് സഞ്ചാരി മാതാവാണെന്ന്. അപ്പോൾ അതിന് പുള്ളിക്ക് സന്തോഷമായി. എന്താ കാര്യം? പുള്ളി ഒറ്റക്ക് കിടന്ന് ജീവിച്ച ആളാണ്. പുള്ളിയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരില്ല. അപ്പോൾ സഹായിക്കാനുള്ള ആളെ കിട്ടിയില്ല എന്നുള്ള സന്തോഷത്തിൽ പുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് കയറി വിശ്വസിച്ച്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ എൻ്റെ വിശ്വസിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ആ പുള്ളിയെ നോക്കിയപ്പോൾ ഇവിടെ ഓരോരുത്തരും ഇല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ കാര്യം? ഉപ്പുണ്ട്, പിന്നെ എന്താണ് ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. എന്താ കാര്യം? ഇതെല്ലാം ഒന്ന് പ്രാർത്ഥന, നമ്മൾ ഈ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണ്? 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം, 3 പ്രയോഗം. അപ്പോൾ ഈ ഉപ്പൻ്റെതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ആക്ടിവേറ്റ് ചെയ്യാനാണ് പ്രയോഗം വരണത്. ഇതെന്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് സാന്നിധ്യം സംലഭ്യമാകും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടിയിൽ അയക്കുന്നവർക്കുള്ള ഓഫർ എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന ആളിൻ്റെ ശക്തി അവിടെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗവിധികളുള്ളത്. ആ പ്രയോഗവിധികൾ എന്താ ചെയ്യണത്? അത് ഈ ജോജി പറയുന്നത്, ഞാൻ ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ഉപ്പ് എടുത്തുകൊണ്ട് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ല സാക്ഷിയാണ്. കാര്യം 20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമല്ലേ, സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന പെശകല്ലേ. അപ്പോൾ എത്രയോ കാലം ഈ മനുഷ്യൻ ഇതുപോലെ വില്ലേജ് ഓഫീസ് മാറി വന്ന വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസിൽ പോകും. അവർ 100,000 ഉടായ്പകൾ പറഞ്ഞ് ഇയാളെ മടക്കുകയാണ് പതിവ്. അയാൾ വെൽക്കം ചെയ്യത്തില്ല. പക്ഷേ ഇയാൾ എന്ത് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ പുള്ളി പറയുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിൻ്റെ 2 തരികൾ വില്ലേജ് ഓഫീസിൽ ഇട്ടെന്ന്. അതാണ് പ്രയോഗം എന്ന് പറയുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അയാളത് പറയുന്നുണ്ട്, ഇത് കൂടോത്രം മന്ത്രവാദമൊന്നുമല്ല, ഒരു വ്യക്തിയിലെ വിശ്വാസത്തെ പ്രയോഗിക്കുന്നതാണ്. എന്താ വിശ്വാസം? അവൻ്റെ വിശ്വാസം എന്താ? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതിൻ്റെ ആക്ടിവേഷനിലാണ് ഈ ഉപ്പ് ഇടണത്. എന്താ കാര്യം? യേശുവിൻ്റെ നാമത്തിലാണ് ഇടണത്. എൻ്റെ പേര് ലീലാമ്മ ആൻ്റണി. ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു. 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, മക്കളില്ലായിരുന്നു. ഇപ്പോൾ അവൾ പ്രഗ്നൻ്റാണ്. 8 മാസമായി ദുബൈയിലാണ്. പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ മകൻ ഒരു ഹിന്ദുവിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു. അവനൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ മാമോദിസ മുക്കുവാനും ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതും എനിക്ക് സഹായിച്ചു. എനിക്ക് 4-5 വർഷമായിട്ട് നടുവിന് വേദനയും എൻ്റെ വലത്ത് മുട്ടിന് വേദനയുമായിരുന്നു. ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്. അത് ഉടമ്പലി തൈലവും ഉപ്പും ഉപയോഗിച്ച് എൻ്റെ പൂർണ്ണമായിട്ട് മാറി. എനിക്കിപ്പോൾ 4 മണിക്കൂർ ഞാൻ ഇവിടെ ബസ്സിലിരുന്ന് വന്നിട്ടും എനിക്കൊരു വേദനയും ഇല്ല. പിന്നെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് അവിടെ വിവാഹം കഴിഞ്ഞ് 18 വയസ്സിൽ അവളെ വിവാഹം കഴിച്ചതാണ്.
അന്ന് മുതലുള്ള മദ്യപാനവും ഭയങ്കര പ്രശ്നവുമായിരുന്നു. ഇപ്പോൾ ഉടമ്പടിയിൽ ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അത് മുഖാന്തരം അവൻ്റെ മദ്യപാനം കഴിഞ്ഞു, നല്ല കുടുംബജീവിതമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ മകൾക്ക് ഇപ്പോൾ 8 മാസമായി, അവൾ ദുബൈയിലാണ്. ഞാനിപ്പോൾ ദുബൈയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. 2019 ഞാൻ എടുത്ത ഉടമ്പടിയിൽ സാക്ഷ്യം പറയാൻ ഞാൻ താമസിച്ചു, കടന്നു വരാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഈ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നതാണ്. താമസിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 ക്ഷമ ഞാൻ ചോദിക്കുന്നു. എൻ്റെ പേര് ലിജിമോൾ. ഞാൻ പാലായിലെ രാമപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2021 ഒക്ടോബർ 13 ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് എൻ്റെ അമ്മ 2019 ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ കൊറോണയുടെ ഇതൊക്കെ കാരണം അമ്മയ്ക്ക് ആ ഉടമ്പടി മുടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഉടമ്പടി മുടങ്ങിപ്പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഞാൻ ഓടി വന്ന് ഉടമ്പടി എടുത്തു. അത് 2021 ഒക്ടോബർ 13 അപ്പോൾ അന്ന് ഞാൻ വെച്ചത് എൻ്റെ പപ്പ 21 വർഷമായിട്ട് ഭയങ്കര മദ്യപാനമായിരുന്നു. അപ്പോൾ മദ്യപാനം എന്ന് പറയുമ്പോൾ ഓരോ ഞായറാഴ്ച ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഉടമ്പടി വെച്ചപ്പോൾ ആദ്യം ഞാൻ മാതാവിനോട് പറഞ്ഞത് പപ്പയുടെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറ്റിത്തരണേന. ഈ കഴിഞ്ഞ 21 ഡിസംബർ 7 അമ്മയുടെ തിരുനാൾ നടക്കുന്ന ദിവസം ഞങ്ങൾ ഭയങ്കര, അതായത് അന്ന് പപ്പ പണിക്ക് പോയേക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനമൊക്കെ കൂടി ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നു. അന്ന് വൈകിട്ട് പപ്പ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് പപ്പ ഇങ്ങനെയാണല്ലോ വന്നത് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ക്രിസ്മസിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് പപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാതായി, പൈൽസിൻ്റെ അസുഖം വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ മദ്യപാനം മാറാൻ വേണ്ടിയായിരിക്കും, മാതാവ് കാണിച്ചു കൊടുത്തൊരു വഴിയായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ പപ്പയ്ക്ക് ഭയങ്കര പേടിയായിപ്പോയി. കാരണം വേദന അത്രയ്ക്ക് സഹിക്കാൻ മേലാതെയായി, ഭയങ്കര പേടിയായി. അന്ന് തൊട്ട് ഇന്ന് വരെ പപ്പ മദ്യപിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ കൂടാതെ എൻ്റെ അമ്മ 2019 വന്ന് ഉടമ്പടി എടുത്തപ്പോൾ 16 വർഷമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അമ്മേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം, അത് സ്വന്തം പേരിലൊരു സ്ഥലം ഞങ്ങൾക്ക് തരണേന്ന്. അങ്ങനെ കഴിഞ്ഞ 2021 ജൂലൈ മാസം 10 സെൻറ്റ് സ്ഥലം അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. നമ്മുടെ അതായത് പാവപ്പെട്ടവരായ നമ്മുടെ കയ്യിൽ കാശുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ തുകയ്ക്ക് ഇറങ്ങുന്ന രീതിയിൽ നല്ലൊരു തുറസായ സ്ഥലം, അതായത് എല്ലാവിധ സൗകര്യങ്ങളും ഇറങ്ങിയൊരു സ്ഥലമാണ് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 2019 അതിന് ട്രൈ ചെയ്തു. കുറേ കാശ് പോയെങ്കിലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ 13 ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ 13 ഞാൻ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത് ഡ്രൈവിംഗ് പഠിച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 25 ടെസ്റ്റ് ആയിരുന്നു. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അമ്മ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കി തന്നു. പിന്നെ കൂടാതെ തന്നെ ഉടമ്പടി വയ്ക്കാത്ത ഒരു അനുഗ്രഹമാണ് 14 വർഷത്തെ 8ാം ക്ലാസ് തൊട്ട്, അത് 14 വർഷമായിട്ട് എനിക്ക് ചാരം വാരാനോ പൊടിയടിക്കാനോ അതായത് പെർഫ്യൂമിൻ്റെ മണമോ മുളക് പൊടിയോ അങ്ങനെ ഒരു സാധനത്തിൻ്റെ മണം പറ്റത്തില്ലായിരുന്നു. ഭയങ്കരമായിട്ട് അലർജി ആയിരുന്നു. തുമ്മാൻ തുടങ്ങിയ കണ്ടിന്യൂസ് തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചില്ല എങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കൊറോണ സീസണൊക്കെ ആയതുകൊണ്ട് സാനിറ്റൈസറിൻ്റെ സ്മെല്ലൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ അമ്മ ഈ അസുഖം, അതായത് ഈ അലർജി എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. എനിക്ക് ഇതുവരെ, അതായത് കൊറോണ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് അലർജിയുടെ അസുഖം ഇതുവരെ വന്നിട്ടില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റോസമ്മ മാത്യു. ഞാൻ വളമംഗലം ഇടവക തുറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 സെപ്റ്റംബർ 18 ഉടമ്പടി എടുത്തത്. ഞാൻ എല്ലാ കാര്യങ്ങളും സാധിച്ചതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ 4ാമത് പുതുക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ്. ഈ 3 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എൻ്റെ ശരീരത്തിൽ മറ്റ് ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തിലൊരു ചൊറിച്ചിൽ ഉണ്ടായിരുന്നു. കുറച്ച് ഒരു 10-12 കൊല്ലമായിട്ട് അനുഭവപ്പെടുന്നതാണ്. ടോയ്ലറ്റ് അലർജി എന്ന് പറയും. അത് ഞാൻ യാതൊരുവിധ ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരുവിധ മരുന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അത് പൂർണ്ണമായും എനിക്കിപ്പോൾ മാറിക്കിട്ടി. കുറേശ്ശെ ഓരോ ഇതിലും മാറിയായിരുന്നു. എപ്പോഴും ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടിയാൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് പറയാൻ പറ്റണം എന്ന്. അത് സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ആദ്യ ഉടമ്പടി വെച്ചപ്പോൾ തന്നെ എൻ്റെ മകന് UK പോകാനായിട്ട് സാധിച്ചു. ഈ UK പോയിട്ടാണെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം അവൻ്റെ റൂമിലുള്ളവർക്ക് കൊറോണ പിടിപെട്ട്. ഈ ജനുവരി ലാസ്റ്റ് വീക്കിലും റൂമിലുള്ള 5 മെയ്റ്റ്സിനും വിട്ടെങ്കിലും ഇവനെ ഒന്നും കൂടാതെ മാതാവ് കാത്തുരക്ഷിച്ച്. പിന്നെ
ഒരുപാട് അനുഗ്രഹങ്ങളല്ലാതെ തന്നെ ഞാൻ നൊവേനയും നമ്മുടെ ഉടമ്പടി നൊവേനയും അന്നേപ്പം ശുശ്രൂഷയൊക്കെ നമ്മുടെ കോവിഡ് കാലത്ത് എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. അതിലൊക്കെ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടുവേദന, കാലിൽ നീർക്കെട്ടായിട്ട് ചട്ടി പോലെയൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അതെല്ലാം മാറിക്കിട്ടി. പിന്നെ ഞാൻ മറ്റുള്ളവർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ സ്കൂളിൽ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്തൊരു ടീച്ചർ 18 വർഷമായിട്ട് അതിന് കുട്ടികളില്ലായിരുന്നു. അതിനെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അതിനും ഇപ്പോൾ ഏതാണ്ട് ഗർഭിണിയായിട്ടുണ്ട്. അവർ വന്ന് സാക്ഷ്യം പറയും കുഞ്ഞുമായിട്ടൊക്കെ വന്ന്. അതും ഞാനിപ്പോൾ പറയുകയാണ്. ഈ ഇത്രയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയും. എൻ്റെ പേര് ഏഞ്ചല. ഞാൻ കോട്ടയം കടുത്തുരുത്തി നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 4 വട്ടം IELTS എഴുതി. എനിക്ക് വേണ്ട സ്കോർ കിട്ടിയില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം OET പഠിക്കാൻ തീരുമാനിച്ച് ഓഗസ്റ്റ് ഞാൻ എക്സാം എഴുതി. എക്സാമിന് എനിക്ക് സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം ഒഴിച്ച് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് വേണ്ട രീതിയിൽ പറയാൻ പറ്റിയില്ല. ആകെ ബ്ലാങ്ക് ആയിപ്പോയി. പ്രാക്ടീസ് ചെയ്ത പോലെ ഒന്നും നന്നായിട്ട് പറയാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്പീക്കിങ്ങിൽ മാത്രം സ്കോർ ഇല്ലായിരുന്നു. C+ ആയിരുന്നു. B വേണമായിരുന്നു എനിക്ക് പ്രോസസ്സിങ്ങിന് കൊടുക്കണമെങ്കിൽ. അങ്ങനെ റീവാലുവേഷന് കൊടുക്കാൻ എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് അതിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ റീവാലുവേഷന് കൊടുത്തു. അങ്ങനെ കൃപാസനത്തെ പറ്റി ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു. കൃപാസനത്തിൻ്റെ നമ്പരും അച്ഛൻ്റെ നമ്പരും സാക്ഷ്യങ്ങളും ഒക്കെ എനിക്ക് അയച്ചു തന്നു. അത് കണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അച്ഛനോട് പ്രാർത്ഥിക്കാൻ വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റും ഓൺലൈനായിട്ട് ഞാൻ എടുത്തു. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് ചൊല്ലാനും തുടങ്ങി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പം മാതാവ് എനിക്ക് B സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ ഞാൻ വീണ്ടും ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. UK ഇൻ്റർവ്യൂവും CBTയും പാസ്സാവണമെന്ന് പറഞ്ഞു. അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2ഉം പാസ്സാവാൻ എനിക്ക് സാധിച്ചു. ദൈവത്തിന് 1000 നന്ദി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മോളി. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. 2 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ത്വക്ക് രോഗമായിട്ട് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു കുറവില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് വെരിക്കോസ് വെയിൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടും, അതുകൊണ്ട് പെട്ടെന്ന് സർജിക്കലിൽ ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിടത്തും പോകാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ എടുത്ത് എല്ലാം കംപ്ലീറ്റ് എനിക്കിപ്പോൾ സൗഖ്യം കിട്ടി. ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണില്ല. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ത്വക്ക് രോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. ഇവിടുത്തെ നേർച്ച വസ്തു ഉപയോഗിച്ച് ഉപ്പിട്ട് കുളിച്ച് ഇപ്പോൾ കംപ്ലീറ്റ് സ്കിൻ ഡിസീസിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ അനിയത്തിക്ക് ബാക്ക് പെയിനായിട്ട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. വെർട്ടിഗോൻ്റെ അസുഖം ഉണ്ടായി. കുടുംബത്തിൽ സമാധാനം ഇല്ലായിരുന്നു. എല്ലാം ഇപ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടി. അവൾ ഒത്തിരി നന്ദി പറഞ്ഞ് ഈശോനും അമ്മക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഫിലോമിന തോമസ്. ഞാൻ കലൂർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിൽ കുറച്ച് നിയോഗങ്ങൾ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. അതിലൊന്നാമത്തെ നിയോഗം എനിക്കൊരു തയ്യൽക്കടയായിരുന്നു, ചെറിയൊരു തയ്യൽക്കടയായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഇച്ചിരി സൗകര്യപ്രദമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് നല്ല രീതിയിൽ, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എനിക്കത് പുനർനിർദ്ദേശിക്കാനായിട്ട് സാധിച്ചു. പിന്നെ രണ്ടാമത്തെ നിയോഗം, എൻ്റെ മകൾക്ക് ആദ്യത്തെ ഒരു പെൺകുഞ്ഞായിരുന്നു. 4 വയസ്സായപ്പോൾ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഇത്രയും വേഗം തന്ന് ഒരു ആൺകുഞ്ഞെ തന്ന് അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മകൾക്കൊരു ആൺകുഞ്ഞിനെ പെട്ടെന്ന് തന്നെ തന്ന് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ നിയോഗം, എൻ്റെ മകൻ പഠിച്ച് പാസ്സായി ഇറങ്ങിയ ഉടൻ തന്നെ അവനൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവനൊരു ചെറിയൊരു ജോലിയാണ് അന്ന് കിട്ടിയത്. എന്നാൽ ഇന്ന് അവന് നല്ലൊരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതിനെല്ലാം നന്ദി. അതുകൂടാതെ എനിക്ക് ഈ ഉടമ്പടിയിൽ വയ്ക്കാത്ത തന്നെ കുറേ കാര്യങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ മാതാവ് തന്ന് അനുഗ്രഹിച്ച്. ആദ്യം എനിക്ക് ഇവിടെ വന്ന് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ഇവിടെ വന്ന് ഓരോന്ന് എഴുതുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയെല്ലാം എഴുതേണ്ടതെന്ന്. അതുകൊണ്ട് കുറച്ചെല്ലാം എഴുതി. പക്ഷേ അതുകൂടാതെ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതിനെല്ലാം
മാതാവിനും യേശുവിനും നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ത്രേസ്യമ്മ ജോസഫ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ സാധിച്ചതിനെക്കുറിച്ചും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ മോന് വേണ്ടിയാണ്. ആ മകന് അടിവയറിലൊരു വേദനയുണ്ടായിരുന്നു. ആ മകനും ആ മകൻ്റെ അമ്മയും കൂട്ടി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിരുന്നു. ഡിസംബർ 7-ാം തീയതി ആ മകനും ആ മകൻ്റെ അമ്മയുമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ആ മകൻ വീട്ടിൽ പോവുകയും ഓൺലൈൻ വഴി ആ മകൻ ഒരു കൂട്ടുകാരൻ വഴിയാണ് ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. ആ മരുന്ന് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഉടമ്പടി ആ അമ്മയെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ അവരുടെ കൂടെ പോയി. അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ആ മരുന്ന് വെച്ചിട്ട് ആ മരുന്നിൻ്റെ പുറത്ത് ഉപ്പും മാതാവിൻ്റെ ഉടമ്പടി തൈലവും എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ ഇരുന്നു മന്ത്രിക്കുന്നു, ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല, ഈ മരുന്ന് കഴിക്കണ്ട, ഇത് കഴിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഞാൻ എൻ്റെ അധരങ്ങളിലൂടെ ആ അമ്മയോടും മകനോടും പറഞ്ഞു. പക്ഷേ അവരത് എത്രമാത്രം വിശ്വസിച്ചു എന്നെനിക്കറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മകൻ 10 ദിവസത്തേക്കുള്ള മരുന്ന് കഴിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഡോക്ടർ പറയുന്നു. മരുന്നിന്റെ വില എങ്ങനെയായിരുന്നു? എത്ര രൂപയുടെ മരുന്നായിരുന്നു? ആ മരുന്നിൻ്റെ വില 2 ലക്ഷം രൂപ അടുപ്പിച്ചാണ് മരുന്നിൻ്റെ വില. അവർ പല തവണയായിട്ടാണ് ഓൺലൈൻ വഴി ഈ പൈസ ഡോക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 93,000 രൂപ ഇട്ട് കൊടുത്തതിന് ശേഷം ശേഷമാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയതിന് ശേഷമാണ് ബാക്കി പൈസയും പിറ്റേ ദിവസം ഇട്ട് കൊടുക്കുന്നത്. അത് ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ അന്ന് ആ ഡോക്ടർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോകരുത്, പോകുന്നതിന് മുമ്പ് നിങ്ങളിവിടെ വന്ന് എൻ്റെ മരുന്ന് കൈപ്പറ്റിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ അമ്മ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പറയുന്നു, ഉടമ്പടി കൃപാസനത്തിൽ പോകുന്നത് ഈ മരുന്ന് വന്ന് കൈപ്പറ്റിയതിന് ശേഷം പോയാൽ മതി, ഇപ്പോൾ നിങ്ങൾ ആ മകനെ കൊണ്ടുപോകണ്ട, 6 മാസം ഈ മരുന്ന് കഴിച്ചതിന് ശേഷം പോയാൽ മതിയെന്ന് ആ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് മുട്ടുകുത്തി മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മ നിർവീര്യമാക്കണമേ, കൃപാസനത്തിൽ ഞാൻ കൊണ്ടുവരാമെന്ന് ഏറ്റിരിക്കുന്ന ഈ അമ്മയും മകനെയും കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണമേ എന്ന് ആ മകൻ ഡോക്ടറിനോട് പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചുകൊള്ളാം, ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരട്ടെ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആൻറ്റി കൊല്ലത്തുണ്ട് എന്ന്. അവർ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അങ്ങനെയാണ് ആ അമ്മയും മകനെയും ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ ഞാൻ അവരുടെ കൂടെ പോയി. അതെങ്ങനെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അമ്മ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ്. അവിടെ ചെന്ന് ആ മരുന്ന് വെച്ച് ഞാൻ ചെന്ന അന്ന് തന്നെ ആ മരുന്ന് അവിടെ കൊണ്ടുവന്നു ആ മരുന്നിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് പറയുന്നു, അപ്പോഴെല്ലാം അമ്മയുടെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് ഞാൻ ആ മകനോടും അമ്മയോടും പറയുകയും ചെയ്തു. വീട്ടിൽ വന്നു 1 മാസം കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഇത് വ്യാജ ഡോക്ടറാണെന്ന്. ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ പറയുന്നു, ഇനിയും നിങ്ങൾ പൈസ അയച്ചു തരണമെന്ന്. 2 ലക്ഷം രൂപയോളം അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റി. എന്നിട്ടും അയാൾ വീണ്ടും പറയുന്നു, ഇനിയും പൈസ അയച്ചു തരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഈ പൈസ തരാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയുമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു, ഓൺലൈൻ വഴിയെല്ലാം ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആലപ്പുഴയിൽ തുമ്പോളിയിലാണ് ആ ഡോക്ടർ താമസിക്കുന്നത്. വ്യാജ ഡോക്ടറാണ്. അനേകം മക്കളെ ഇതേപോലെ ആ മകൻ കുടുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ആ മകന് ഭയങ്കര വിശ്വാസമായി. ആൻറ്റി അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഈ മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞല്ലോ, അമ്മ മാതാവാണ് ഇതിൽ ഇടപെട്ടതെന്ന് ആ മകൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ ആ മകൻ പ്രതിജ്ഞ എടുത്തു, ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കും, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ അടിവയറിലുള്ള വേദന അമ്മ എടുത്തു മാറ്റും എന്ന് പൂർണ്ണമായി ആ മകൻ വിശ്വസിക്കുകയും ആ മകൻ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വരികയും ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അമ്മ മാതാവ് ആ മകന് കൊടുത്ത എല്ലാ വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അവരുടെ ഒരുപാട് ആവശ്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്, അതെല്ലാം അമ്മ മാതാവ് സാധിച്ചു കൊടുക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
എൻ്റെ കുടുംബത്തിന് വേണ്ടി അനേകായിരം അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഉപ്പിലൂടെയും എണ്ണയിലൂടെയും ഒരുപാട് അനുഗ്രഹം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.